വേദിയിൽ സന്നിഹിതരായ നമ്മുടെ പാർട്ടിയുടെ അനിഷേധ്യ നേതാക്കൾ, പ്രിയപ്പെട്ട പ്രതിനിധി സഖാക്കൾ, സഹോദരി സഹോദരന്മാരെ, പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെ, സഖാക്കളെ, 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി 5 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നലെ സഖാവ് സീതാറാം യെച്ചൂരി നഗരിൽ സ്വാഗത സംഘം ചെയർമാൻ പ്രിയപ്പെട്ട സഖാവ് KN ബാലഗോപാൽ ചെങ്കൊടി ഉയർത്തി സമ്മേളനത്തിന് ഔപചാരിക തുടക്കം കുറിച്ചു. ഇന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ രക്തപതാക ഉയർത്തി 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിനിധി സമ്മേളനം ആരംഭിക്കുകയാണ്. ഇതിനകം 5.5 ലക്ഷം പാർട്ടി മെമ്പർമാരെ പ്രതിനിധീകരിച്ച് 30,425 ബ്രാഞ്ച് സമ്മേളനങ്ങൾ, 2,444 ലോക്കൽ സമ്മേളനങ്ങൾ, 210 ഏരിയ സമ്മേളനങ്ങൾ, 14 ജില്ലാ സമ്മേളനങ്ങൾ എന്നിവയെല്ലാം വളരെ അഭിമാനത്തോടുകൂടി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. എല്ലാ സമ്മേളനങ്ങളിലും തൊഴിലാളി വർഗ വിപ്ലവ പാർട്ടിയുടെ സംഘടനാ അച്ചടക്കത്തിനും അന്തസ്സിനും നിരക്കുന്നതായിരുന്നു സമ്മേളനങ്ങൾ. പാർട്ടിക്ക് വലിയ തോതിൽ ആത്മവിശ്വാസം നൽകിയ സമ്മേളനങ്ങളായിരുന്നു ഇവയെല്ലാം. ഇന്ന് ചെങ്കൊടിയുടെ പ്രസ്ഥാനം ലോകത്താകമാനം ഒരു തിരിച്ചറിവോടുകൂടി ശക്തിപ്പെടുകയാണ്. ഈ ചെങ്കൊടി ഇല്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു ലോകത്തിന്റെ സ്ഥിതി, ഇന്ത്യയുടെ സ്ഥിതി, കേരളത്തിന്റെ സ്ഥിതി? അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ചെങ്കൊടിയുടെ പ്രസക്തി അനുദിനം നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി നമ്മുടെ പ്രത്യയശാസ്ത്രത്തെ, രാഷ്ട്രീയത്തെ, സംഘടനാ തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ കൊടി താഴ്ത്തിക്കെട്ടാൻ ആരെയും അനുവദിച്ചുകൂടാ. അത്രക്ക് മഹത്തരമാണ് ഈ കൊടിയുടെ പ്രസക്തി, അന്നും ഇന്നും എന്നും. ചെറുത്തുനിൽപ്പിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായ ചെങ്കൊടിയാണ് ഇവിടെ ഉയർത്തിയത്. വർഗസമൂഹം ഉടലെടുത്ത നാൾ മുതൽ ചൂഷണത്തിനെതിരെ സമരം ചെയ്ത ചൂഷിതരുടെ ചോരയിൽ കുതിർന്നാണ് ഈ കൊടി നിറം ചോപ്പായത്. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത നിസ്വവർഗം ഒരിക്കലും നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുന്നത് ഈ ചെങ്കൊടി മാത്രമാണ്. ആശയറ്റവന്റെ ആശാകേന്ദ്രമാണ്. ചൂഷിതന്റെ മോചനമാർഗമാണത്. സാർ ചക്രവർത്തിയുടെ ക്രെംലിൻ കൊട്ടാരത്തിൽ ലെനിന്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന ഉയർത്തിയത് ഈ ചെങ്കൊടിയായിരുന്നു. ഹിറ്റ്ലറുടെ നാസി മർദ്ദക ഭരണത്തിന് അറുതി വരുത്തിയ ശേഷം ബെർലിൻ കൊട്ടാരത്തിൽ സോവിയറ്റ് ചെമ്പട ഉയർത്തിയതും ഈ ചെങ്കൊടിയായിരുന്നു. ചിയാങ് കൈഷക്കിന്റെ ദല്ലാൾ മുതലാളിത്ത ഭരണത്തെ ഫോർമോസ ദ്വീപിലേക്ക് തുരത്തിയ ശേഷം മാവോ സെത്തൂങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് ജനകീയ ചുവപ്പ് സേന പീക്കിങ്ങിൽ ഉയർത്തിയതും ഈ ചെങ്കൊടിയാണ്. ഓച്ചമിന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പീഡനത്തിനെതിരെ ദക്ഷിണ വിയറ്റ്നാമിൽ നിന്നും തുരത്തി സേഗോണിൽ ഉയർത്തിയതും ഈ ചെങ്കൊടിയായിരുന്നു. ആ പാരമ്പര്യമുള്ള ചെങ്കൊടിയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യത്തിനും നാടുവാഴിത്തത്തിനും ജമ്മിത്തത്തിനും എതിരായ സമരത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഉയർത്തിപ്പിടിച്ച് രക്തസാക്ഷികളായത്. കയ്യൂരും കരുവള്ളൂരും വഞ്ചിയവും പുന്നപ്പറയും ശൂരനാടുമെല്ലാം അതിന്റെ ഭാഗമാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് നാട് മോചിതമായി. എന്നാൽ മതരാഷ്ട്രവാദത്തിന്റെയും കോർപ്പറേറ്റ് താൽപര്യത്തിന്റെയും നടുവിൽ നമ്മുടെ നാട് എത്തി നിൽക്കുകയാണ്. അതിനെതിരായ ശക്തമായ പോരാട്ടത്തിലാണ് നമ്മുടെ പാർട്ടി. അത്തരം പ്രവർത്തനത്തിന് കരുത്തു പകരുന്ന ഒന്നായി ഈ സമ്മേളനം മാറും. ചരിത്ര സംഭവമായി ഈ സമ്മേളനം പര്യവസാനിക്കും. 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി
സംസ്ഥാന സമ്മേളനത്തിൽ പതാക ഉയർത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എൻ്റെ പൊതുജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത ആവേശകരമായ ഈ മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ അവസരം ലഭിച്ചതിൽ അതീവ അഭിമാനം തോന്നുന്നു. അവസാനമായി ഈ സമ്മേളനത്തിലെ എല്ലാ പ്രതിനിധികൾക്കും അഭിവാദ്യം അർപ്പിക്കുന്നു. ഈ ചെങ്കൊടി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്നും പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട ചെങ്കൊടി ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷനായി സഖാവ് AK ബാലനെ ക്ഷണിക്കുകയാണ്. സഹകളെ, 4 ദിവസമായി ഇവിടെ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ സമയക്രമം പാലിച്ചുകൊണ്ട് അജണ്ടകൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ അജണ്ടയുടെ ഒരു നിർദ്ദേശമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യം തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. പതാക ഉയർത്തൽ ഇവിടെ നടന്നു കഴിഞ്ഞു.